ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പേപ്പർ കവറുകളാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പേപ്പർ വാഴയിലയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് കെട്ടുകമ്പിയുടെ പീസുകൾ വേണം, അതുപോലെ ഒരു ന്യൂസ് പേപ്പറും വേണം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തു. പേപ്പർ കവറും നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കെട്ടുകമ്പിയുടെ പീസ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. കെട്ടുകമ്പിയുടെ പീസ് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പറിന്റെ പീസ് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറിന്റെ പീസ് അതിലേക്കൊന്ന് ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ബോൺസായി ട്രീ ആണ്. ഇതുപോലെ 6 കെട്ടുകമ്പിയുടെ പീസുകളിൽ നമുക്ക് ന്യൂസ് പേപ്പർ ചുറ്റിയെടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളതെല്ലാം ഇതുപോലെ ചുറ്റിയെടുത്തു. ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടുകമ്പി കുറച്ച് കാണുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിലേക്ക് ന്യൂസ് പേപ്പർ ചുറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ കവറിന്റെ പീസുകൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വീതി കുറഞ്ഞ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ന്യൂസ് പേപ്പർ ചുറ്റി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇതും കൂടെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇത് നമ്മൾ അതിലേക്ക് ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റിയെടുക്കണം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരെണ്ണത്തിൽ നമ്മൾ മുഴുവനായും ചുറ്റിയെടുത്തു. ഇതുപോലെ ബാക്കിയുള്ളതിൽ നമുക്ക് ചുറ്റിയെടുക്കണം. ഇനി നമ്മളിവിടെ ചുറ്റിയെടുത്തിട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോന്നും അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ പേപ്പർ കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ചാനലിൽ നമ്മൾ പേപ്പർ കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മളതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. നമ്മൾ ചെയ്തെടുക്കുന്ന മരത്തിന്റെ വേരിന്റെ ഭാഗമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം കമ്പി നിൽക്കുന്ന ആ ഒരു ഭാഗം താഴേക്ക് വളച്ചു കൊടുക്കണം. ഇനി നമ്മൾ അതിന്റെ ചില്ലകളുടെ ഈ ഒരു ഭാഗം ഇതുപോലെ വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിന്റെ ഓരോ മരച്ചില്ലകളും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ അതിന്റെ മരച്ചില്ലകളെല്ലാം ഇതുപോലെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇലകൾ ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് അതൊന്ന് വെച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതിനൊന്ന് പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ട്രീ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. നമ്മളത് വെച്ച് നോക്കിയതിന് ശേഷം ഇവിടെ ആയിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലെല്ലാം നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് അതൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കതിന്റെ ചില്ലകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ റെഡിയാക്കി എടുക്കണം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴയിലയിൽ നിന്ന് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മടക്കി കൊടുത്ത് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെറിയ ഇലകൾ നമുക്ക് കുറേ കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ഇലകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മരച്ചില്ലകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പേപ്പർ വാഴയിലേക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പറും എടുക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള തെർമോകോൾ പീസിൽ നിന്നും ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലവർ ആക്കി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ചെറിയ പേപ്പർ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ താഴെ വെച്ച് കൊടുത്തിട്ടുള്ള തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആ തെർമോകോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. അതിന്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പൂക്കൾ വീണ് കിടക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ കവറും പേപ്പർ വാഴയിലയും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.